കൊതോ കുഷു ഇത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണ്. വാക്ക് കേട്ട് നിങ്ങൾ ഞെട്ടണ്ട. ഒരു ജപ്പാൻ വാക്കാണ് കൊതോ കുഷി. ആരോരും അറിയാതെ സ്വന്തം വീടുകളിൽ തനിയെ മരണത്തിന് കീഴടങ്ങുന്ന ഏകാന്ത മരണം അഥവാ ലോൺലി ഡെത്ത്. അതിനെ വിശേഷിപ്പിക്കാനാണ് കൊതോ കുഷി എന്ന പേരുകൊണ്ട് ജപ്പാനിൽ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ ഒറ്റപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഏകാന്ത മരണങ്ങൾ സംഭവിക്കുന്നത്. ഇത്തരം ഏകാന്ത മരണങ്ങൾ ജപ്പാനിൽ കൂടി വരികയാണ്. ആകെ മരണത്തിന്റെ 5% ഇത്തരം മരണങ്ങളാണെന്നാണ് കണക്ക്. മരിച്ചു കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞാണ് മൃതദേഹം പോലും പുറലോകം കാണുന്നത്. ചിലപ്പോൾ ചില മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് 1 മാസത്തിലേറെ കഴിഞ്ഞാണ്. മുതിർന്ന പൗരന്മാരാണ് ഇങ്ങനെ ഏകാന്ത മരണത്തിന് കീഴ്പ്പെടുന്നതിൽ ഭൂരിഭാഗവും. എന്നാൽ ജപ്പാനിലെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ യുവാക്കളും കൗമാരക്കാരും ഇങ്ങനെ ഏകാന്ത മരണം വരിക്കുന്നവരിലുണ്ടെന്നാണ് അവിടുത്തെ കണക്ക്. പുതിയ തലമുറ നേരിടുന്ന മാനസിക സംഘർഷങ്ങളുടെ ആഴം അത്രമേലുണ്ട്. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ജപ്പാനിലെ സർക്കാർ 2021 മുതൽ അടിയന്തര നടപടികൾ ഈ കാര്യത്തിൽ എടുത്തു വരുന്നു. കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നാം നമുക്ക്. മനുഷ്യൻ ഒറ്റപ്പെടുന്നത് തടയാൻ മാത്രമായി അവിടെ ഒരു മന്ത്രിയും ഒരു മന്ത്രാലയവുമുണ്ട്. മിനിസ്ട്രി ഫോർ ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ എന്നാണ് മന്ത്രാലയത്തിന്റെ പേര്. അതിന് മാത്രമായിട്ട് ഒരു മന്ത്രിക്ക് ചുമതലയുമുണ്ട്. പ്രാദേശിക ഭരണകൂടങ്ങൾ വഴി ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായവരെ കണ്ടെത്താനും അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കാനും പ്രത്യേക ഏജൻസികൾക്ക് ജപ്പാനിൽ രൂപം നൽകി. മുതിർന്ന പൗരന്മാർക്ക് ഒത്തുചേരാൻ കഫേകളും അയൽക്കാരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ റെസിഡൻസ് അസോസിയേഷനുകളും സജീവമാക്കി. റെസിഡൻസ് അസോസിയേഷനുകളുടെ ഒരു ഉത്തരവാദിത്വമാക്കി അതിനെ മാറ്റുകയും ചെയ്തു. പുതിയ കാലത്ത് മനുഷ്യൻ കൂടുതൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ജപ്പാൻ ലോകത്ത് ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ നാട്ടിലും ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ വാർത്തകൾ നിത്യേന വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വികസനത്തിനൊപ്പം പരസ്പര ബന്ധങ്ങളും മനുഷ്യത്വവും പവിത്രമായി കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഏതൊരു സമൂഹത്തെയും കാത്തിരിക്കുന്നത് കൊതോ കുഷിയാണ്. ഏകാന്ത മരണങ്ങളുടെ ഈ കനൽക്കാലത്തെ മറികടക്കേണ്ടത് പരിഷ്കൃത സമൂഹത്തിന്റെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. കേരളത്തിൽ പുതുതായി രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പും മന്ത്രാലയവും ഗൗരവമായി ഈ കാര്യം കാണുമെന്ന് കരുതാം. കൊതോ കുഷിയെ സംബന്ധിച്ച എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. പരമാവധി ഷെയർ ചെയ്യുക. സ്റ്റാറുകൾ അയച്ച് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ വീഡിയോകൾ ഇതുപോലെ ചെയ്യാൻ എനിക്ക് പ്രേരകമാവും. അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.